ക്ഷേത്രമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ അറിയാതെ ഒരു അദൃശ്യ ശക്തി നമുക്കിതെല്ലാം മനസ്സിലാക്കി തരുന്നതാണ്. തിമിലയ്ക്കാണ് പ്രാധാന്യം. ആ. ഈ ഇങ്ങോട്ടുള്ള അമ്പലങ്ങളുടെ പൂജാവിധാനങ്ങൾക്ക് പല സ്ഥലത്തു നിന്ന് വരുന്ന ആചാര്യന്മാരായിട്ട് നമ്മൾ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അവരുടെ ക്രമം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുക. അങ്ങനെയാണ് ഇത് കൂടുതൽ നമ്മൾ പഠനത്തിലോട്ട് പോവുകയും അറിയാനുള്ള വ്യാഗ്രത ആഗ്രഹം കൊണ്ട് നമ്മളത് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ക്ഷേത്രങ്ങളിൽ ഈ തത്വം എന്നുള്ള ബ്രഹ്മം എന്നുള്ളത് മുഴങ്ങുന്നതോടുകൂടി അവിടെ ഒരു പ്രത്യേകമായ ശബ്ദ ചൈതന്യം ഉണ്ടാക്കാൻ കഴിയും. ഇതിൽ ദേവനെ ലയിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഓരോ പൂജയ്ക്കും ഓരോ താളവട്ടങ്ങൾ പ്രത്യേകമായി ചിട്ടപ്പെടുത്തിക്കുന്ന ചില അക്ഷരങ്ങളുണ്ട്. നമസ്തേ. ക്ഷേത്രങ്ങളും ക്ഷേത്ര ആചാരങ്ങളും ക്ഷേത്രവാദ്യങ്ങളും എല്ലാം മലയാളികൾക്ക് എന്നും കൗതുകം തരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസ മലയാളികൾക്ക് എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കും. ഈ വിഷയങ്ങളെ കുറിച്ച് തന്നെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതും. ഇന്ന് എനിക്കൊപ്പം ഉള്ളത് തെക്കൻ തിമിലമേള പ്രമാണിയും ജ്യോതിഷത്തിലും ക്ഷേത്രാചാരങ്ങളിലും പണ്ഡിതനുമായ നാഗക്കോട് മഹേശ്വരനാണ്. നമസ്കാരം. നമസ്കാരം. എനിക്ക് തോന്നുന്നു കുഞ്ഞുനാളിൽ തുടങ്ങിയതാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടും വാദ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരു അടുത്ത ബന്ധം ചേട്ടനെ സംബന്ധിച്ചിടത്തോളം. എങ്ങനെയാണ് ആ ഒരു യാത്ര? പാരമ്പര്യമായിട്ടുള്ളതാണ്. അപ്പം അച്ഛനിൽ നിന്നാണ് യോഗ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. 10-ാം വയസ്സിൽ തുടങ്ങിയെന്ന് വേണം പറയാം. ഈ കാണുന്ന നാഹമണ്ഡലം ഭഗവതി ക്ഷേത്രം എന്നാണ് നമ്മുടെ അടിയന്തരമുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ അവിടുത്തെ അടിയന്തരത്തിന് വേണ്ടിയാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. തുടങ്ങി അതിലോട്ട് വളരെ ഈ കാര്യത്തിലോട്ട് പോകാൻ വളരെ ഇഷ്ടമാണ്. അങ്ങനെ ഈ കാര്യത്തിലോട്ട് കടന്നു. ഇപ്പോൾ ക്ഷേത്രാചാരങ്ങൾ ഇതിൽ കടക്കണമെങ്കിൽ ക്ഷേത്രാചാരങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ചേ മതിയാവും. പിന്നെ വാദ്യത്തിലോട്ട് നടന്നു. പിന്നെ പാരമ്പര്യമായിട്ട് പല കാര്യങ്ങളും നമ്മൾ കുടുംബപരമായിട്ടുണ്ട്. എല്ലാം ഇത്തിരിയായിട്ടൊക്കെ മനസ്സിലാക്കാനുള്ള സാഹചര്യം കിട്ടിയത് കൊണ്ട് മനസ്സിലാക്കി. അപ്പൊ അങ്ങനെയാണ് ഇതിലേക്കുള്ള ഒരു കടന്നുവരവ്. അതെ. നമുക്കറിയാം, ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോഴും ക്ഷേത്ര ആചാരങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ വലിയ നിഗൂഢമായ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിറഞ്ഞ ഇടങ്ങളാണ്. അപ്പൊ അതിനേക്ക് ഉൾക്കൊള്ളുക അല്ലെങ്കിൽ മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് എത്രത്തോളം എളുപ്പമുള്ള കാര്യമാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ അതിൽ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്കേണ്ട കാര്യങ്ങൾ? അത് ക്ഷേത്രമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ അറിയാതെ ഒരു അദൃശ്യ ശക്തി നമുക്കിതെല്ലാം മനസ്സിലാക്കി തരുന്നതാണ്. പഠിക്കണമെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോയി എല്ലാവർക്കും ഇത് പഠിക്കാൻ സാധിക്കുന്ന കാര്യമില്ല. അതിനൊരു നിയോഗമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പല ക്ഷേത്രങ്ങളിലും ഇവിടെ അറിയപ്പെടുന്ന പല ആചാര്യന്മാരുടെയും പങ്കെടുക്കാനുള്ള സന്ദർഭം കിട്ടിയിട്ടുണ്ട്. അവരിൽ നിന്നും പല കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഇങ്ങോട്ടുള്ള ശൈലി എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ശൈലികളാണ്. അത് ഇവിടെ നിന്നല്ല, ഓരോ ദേശങ്ങളനുസരിച്ച് എല്ലാത്തിനും മാറ്റങ്ങളുണ്ട്. ദേശങ്ങളനുസരിച്ചാണ് ഈ കലകളായിരുന്നാലും ക്ഷേത്രാചാരങ്ങളായാലും ഭക്ഷണക്രമങ്ങളെല്ലാം ഓരോ ദേശത്തിൻ്റെ അനുസൃതമാണ്. പഴയ വേണാടാണ് ഈ രാജ്യം. പിന്നീടാണ് തിരുവിതാംകൂറായത്. അപ്പം വേണാടെന്ന് പറയുന്ന രാജ്യത്തിൽ പ്രമുഖമായ പല ക്ഷേത്രങ്ങളിവിടെ ഉണ്ട്. കന്യാകുമാരി, ശുചീന്ദ്രം, കുമാരകോവിൽ, തിരുവട്ട രാധികേശ്വര പെരുമാൾ, ഇങ്ങനെയുള്ള പത്മനാഭസ്വാമി ക്ഷേത്രം മുതൽ വലിയ വലിയ ക്ഷേത്രങ്ങളുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളും ഒരേ ആചാരങ്ങളല്ല, പല വിധാനത്തിലുള്ള ആചാരങ്ങളാണ്. അപ്പം കന്യാകുമാരിയിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്, ശുചീന്ദ്രം അമ്പലത്തിൽ സാധിച്ചിട്ടുണ്ട്, കുമാരകോവിൽ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇങ്ങോട്ടുള്ള ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 അമ്പലത്തിലുണ്ടെങ്കിൽ ഒരു 80ഓളം അമ്പലങ്ങളിൽ പല കാര്യങ്ങൾക്കും പങ്കെടുത്ത അവിടുത്തെ ആചാരങ്ങളും വ്യവസ്ഥകളൊക്കെ പലതും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ക്ഷേത്രങ്ങളെല്ലാം നമ്മുടെ ഈ സമ്പ്രദായമാണ് നടന്നുകൊണ്ടിരുന്നത്. ഈ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ തിമിലയ്ക്കാണ് പ്രാധാന്യം. ഈ ഇങ്ങോട്ടുള്ള അമ്പലങ്ങളുടെ പൂജാവിധാനങ്ങൾക്ക് ആ തിമിലയ്ക്ക് പ്രാധാന്യം ചെലുത്തിക്കൊണ്ട് തന്നെ ഓരോ പൂജാ കാര്യങ്ങൾക്കും ഓരോ താളവട്ടങ്ങളും അതിൽ ക്രമീകരിച്ചിട്ടുള്ള വിഷയങ്ങളുണ്ട്. അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പഠിക്കണമെങ്കിൽ ആ ക്രിയകളും കൂടെ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അല്ല നമ്മുടെ അവിടെ ആചാര്യൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ തുടങ്ങുക, സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ നിർത്തുക എന്നുള്ളതല്ല. നമ്മളെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പല സ്ഥലത്തു നിന്ന് വരുന്ന ആചാര്യന്മാരായിട്ട് നമ്മൾ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അവരുടെ ക്രമം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുക. അങ്ങനെയാണ് ഇത് കൂടുതൽ നമ്മൾ പഠനത്തിലോട്ട് പോവുകയും അറിയാനുള്ള വ്യാഗ്രത ആഗ്രഹം കൊണ്ട് നമ്മളത് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടന്റെ കയ്യിലുള്ള തിമിലയ്ക്ക് 400 വർഷത്തിലധികം പഴക്കമുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് തിമിലവാദ്യം എന്ന് പറയുന്ന ഒരു രീതി ഇതിലേക്ക് എത്തിപ്പെടുന്നത്? അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? 400 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളതാണ്. അത് അച്ഛൻ ഉപയോഗിച്ചിരുന്ന അതിന് മുമ്പേ പൂർവികമായിട്ടുള്ളതാണ്. ആരും നിർമ്മിച്ചു എന്നുള്ളത് ആർക്കും അറിയില്ല. ഇങ്ങനെ പാരമ്പര്യമായിട്ട് വന്നു, അച്ഛൻ നിന്ന് എന്നിൽ വന്ന് കിട്ടിയെന്നേ ഉള്ളൂ. ഈ തിമിലയിലോട്ടുള്ള ആഗ്രഹം പാരമ്പര്യമായിട്ടുള്ള DNA ആയിരിക്കാം ഇതിൽ കൂടുതൽ വരാൻ ചാൻസ്.
കാരണം അച്ഛൻ മാത്രമല്ല, അച്ഛൻ്റെ അച്ഛനും വിദഗ്ധനായിരുന്നു. അപ്പം അച്ഛൻ്റെ മുത്തശ്ശൻ അമ്മാവൻ്റെ കയ്യിലാണ് പഠിക്കുന്നത്. ആ അച്ഛൻ്റെ കയ്യിലാണ് പഠിക്കുന്നത്, ഞാൻ അച്ഛൻ്റെ കയ്യിൽ പഠിക്കുന്നത്. പഠിച്ചിട്ട് ഞാൻ പിന്നെ ഇതിനെപ്പറ്റി ഗവേഷണ ബുദ്ധിയിൽ പലതും നടത്തിയിട്ടുണ്ട്. പഠിച്ചത് മാത്രമല്ല, കാരണം തെക്കൻ എങ്ങനെയാണ്, ഇങ്ങോട്ടുള്ളത് എങ്ങനെയാണ്, ഇതിൻ്റെ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ കൂടെ നടന്ന് നമ്മുടെ പിന്നെ പൂർവികരിൽ നിന്നും നശിച്ചു പോകത്തക്ക ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തി അതിൽ നിന്നും പലതും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിനോട്ടുള്ള പ്രയാണം മുമ്പോട്ട് പോയത്. ഇപ്പൊ നമ്മള് ക്ഷേത്രത്തിൽ ഇപ്പൊ സാധാരണ ഒരാൾ എന്ന നിലയ്ക്ക് നമ്മൾ ക്ഷേത്രത്തിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ വാദ്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല. നമ്മളിപ്പോ ശരി നട അടയ്ക്കുമ്പോ വാദ്യങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ തായമ്പക ഉണ്ടാകുന്നു, അങ്ങനെ വേറെ വേറെ വാദ്യങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇതിന് പിന്നിൽ ഇതിന്റെ ആചാരവുമായ ഒരു അടുത്ത ബന്ധമുണ്ട് എന്ന് തിരിച്ചറിവുള്ള ആളുകൾ കുറവാണ്. ശരിക്കും എന്താണ് വാദ്യവും ഒരു ക്ഷേത്രത്തിന്റെ ആചാരവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്? ഈ തിവില, ഇടയ്ക്ക ഇത്യാദികളെല്ലാം ഈ പ്രപഞ്ചശക്തിയായ രണ്ട് നാദമാണ് അതിന് വരും. തിമിലയ്ക്ക് 2 അക്ഷരമേ ഉള്ളൂ, തത്വം എന്നുള്ള അക്ഷരം, തായും തോയും എന്നുള്ള അക്ഷരം. ഇത് വേദനാദമാണ്. അപ്പം ക്ഷേത്രങ്ങളിൽ ഈ തത്വം എന്നുള്ള ബ്രഹ്മം എന്നുള്ളത് മുഴങ്ങുന്നതോടുകൂടി അവിടെ ഒരു പ്രത്യേകമായ പിന്നെ സപ്തചൈതന്യം ഉണ്ടാക്കാൻ കഴിയും. ഇതിൽ ദേവനെ ലയിക്കും എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ഗുരുദേവ പദ്ധതികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയും. ഈ അമ്പലത്തിൽ നമ്മുടെ ഇങ്ങോട്ടുള്ള പ്രത്യേകം സ്ഥലത്ത് ഈ തലം വന്നിട്ട് നമ്മുടെ ആഗമന സമ്പ്രദായമുള്ള ക്ഷേത്രങ്ങളുണ്ട്. കേരള പദ്ധതി എന്ന് പറഞ്ഞാൽ പിന്നീട് വന്നു ഭവിച്ചതാണ്. ആഗമനവും പല കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കി ഉണ്ടാക്കപ്പെട്ടതാണ് കേരള പദ്ധതി. അതിനോട് ഇണയ്ക്കപ്പെട്ടതാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും. അപ്പം ഞങ്ങളുടെ ഇങ്ങോട്ട് അമ്പലങ്ങളിൽ തിമിലയ്ക്ക് പ്രാധാന്യം എന്ന് പറയാൻ കാര്യം, ഇപ്പോൾ ഒരു ശിവേലി നടക്കുന്നു, അല്ലെങ്കിൽ രാവിലെ ഒരു കലശം പൂജിക്കുന്നു. ഇവിടെ 3 പൂജ, 4 പൂജ, 5 പൂജ, ഇങ്ങനെയാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ ചെറിയ അമ്പലങ്ങളിലൊക്കെ ഉഷപൂജയും ഉച്ചപൂജയും അത്താഴപൂജയും മാത്രമേ ഉള്ളൂ. അവിടെ ശിവേലി എന്നുള്ള സമ്പ്രദായമൊന്നും ഇല്ലാത്ത അമ്പലങ്ങളും ഉണ്ട്. ചില അമ്പലങ്ങൾ 4 പൂജയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഉഷപൂജ, പന്തീരടി പൂജ, ഉച്ചപൂജ, അത്താഴപൂജ, ആ 4 പൂജയോട് കൂടി തീരും. കുറച്ചുകൂടെ അമ്പലത്തിന് മഹാക്ഷേത്രങ്ങളായ ഇപ്പം തിരുവട്ടാറും പത്മനാഭസ്വാമി ക്ഷേത്രം, കന്യാകുമാരി, ശിശീന്ദ്രം, ഇങ്ങനെയുള്ള അമ്പലങ്ങൾ 5 പൂജയാണ്. രാവിലെ പള്ളി ഉണർത്തി കഴിഞ്ഞാൽ 5 മണിക്ക് നിർമ്മാല്യ അഭിഷേകം, 6 മണിക്ക് ഉഷപൂജ, അത് കഴിഞ്ഞാൽ എതിർത്ത് പൂജ, അത് കഴിഞ്ഞാൽ എതിർത്ത് ശിവിലി എന്നാണ് പറയുന്നത്, ശിവിലി, അത് കഴിഞ്ഞാൽ പന്തീരടി പൂജ, അത് കഴിഞ്ഞാൽ ഉച്ചപൂജ, അത് കഴിഞ്ഞാൽ അത്താഴപൂജ രാത്രിയാണ്. അപ്പം രാവിലെ ഉഷശിവിലി, ഈ കലശപൂജയ്ക്ക് ഇങ്ങോട്ട് തിമിലയാണ് കൊട്ടാറുള്ളത്. തിമില, ശംഖ്, തിമില, വീക്കൻ, ഇങ്ങനെയുള്ള പരുഷവാദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങോട്ട് ഈ താളവട്ടങ്ങൾ ഈ കലശപൂജയ്ക്ക് കൊട്ടുന്നതിന് ചതുർഥ ജാതി ആദ്യ താളത്തിലാണ് കൊട്ടുന്നത്. ഓരോ പൂജകൾക്കും ഓരോ താളങ്ങളുണ്ട്. ഓരോ പൂജയ്ക്കും ഓരോ താളവട്ടങ്ങൾ പ്രത്യേകമായി ചിട്ടപ്പെടുത്തിക്കുന്ന ചില അക്ഷരങ്ങളുണ്ട്. ശിവിലിക്ക് ഇപ്പം നമ്മളിവിടെ ഉഷശിവിലി അല്ല, ഈ സാധാരണ ശിവിലിക്ക് കൊട്ടുന്ന ശിവിലിപ്പാണിയല്ല ശ്രീഭൂതബലിക്ക് കൊട്ടുന്നത്. ശ്രീഭൂതബലിക്ക് കൊട്ടുന്ന പാണിയല്ല വേട്ടയ്ക്ക് പോകുമ്പോഴത്തേക്കും പുറപ്പെടാ പാണി കൊട്ടുന്നത്. ഇങ്ങനെ ഓരോ ക്രിയകൾക്കനുസരിച്ച് മാറ്റങ്ങളുണ്ട്. അത് എല്ലായിടും അങ്ങനെ ആയിരിക്കാം. ദേശാചാരങ്ങളനുസരിച്ച് ഇതിനൊക്കെ വളരെ വ്യത്യാസങ്ങളുണ്ട്. പ്രസന്ന പൂജയ്ക്ക് നമ്മുടെ കേരളത്തിൽ അഷ്ടപതി കൊട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇങ്ങോട്ട് വന്നിട്ട് നാദസ്വരമാണ് ഇവിടെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ പള്ളി ഉണർത്തിയാൽ ഇന്ന രാഗങ്ങൾ ചിട്ടപ്പെടുത്തി ആ രാഗത്തിൽ വായിക്കുക, ഉഷപൂജയ്ക്ക് ഇന്ന രാഗത്തിൽ വായിക്കുക, ഉച്ചപൂജയ്ക്ക് ഇന്ന രാഗത്തിൽ വായിക്കുക, സന്ധ്യജപാരാധനയ്ക്ക് ഇങ്ങനെ ഓരോ രാഗങ്ങളും കാര്യങ്ങളും ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പം ഇങ്ങോട്ട് നമ്മുടെ കലാപീഠങ്ങളൊക്കെ വന്നതിന് ശേഷം ഇത്തിരി ആൾക്കാർ ഈ അഷ്ടപതിയൊക്കെ പഠിച്ചുകൊണ്ട് ഇങ്ങോട്ട് അമ്പലത്തിൽ അത് തുടങ്ങിക്കഴിഞ്ഞു. എന്നാലും ഇങ്ങോട്ട് കൂടുതൽ മംഗളവാദ്യം എന്നാണ് ഇതിന് പറയുന്നത്, ഈ നാസരം എന്നുള്ളത്. അതിങ്ങോട്ട് കൂടുതലും ഈ തമിഴ് ശൈലി ആയതുകൊണ്ട് അതിനാണ് കൂടുതലും ഈ വക കാര്യങ്ങൾക്ക് പറയുന്നത്. ആ ക്രിയകൾക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ തിമില ഇത്യാദി കാര്യങ്ങൾക്കാണ് പ്രാധാന്യം വരുന്നത്. ഇപ്പോ ഓരോ ആചാരങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ ചടങ്ങുകൾക്കും ഓരോ തരത്തിലാണ് കൊട്ടുന്നത് എന്ന് പറഞ്ഞല്ലോ. ഇതിന്റെ ഒരു പിൻവശമുണ്ടോ, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇന്ന പൂജയ്ക്ക് ഇന്ന താളത്തിൽ കൊട്ടണം എന്നുള്ളത്? താളമെന്ന് 2 അക്ഷരം ശിവപാർവതി സമേതൻ എന്നായിട്ടാണ് പറയപ്പെടുന്നത്. താളം എന്ന് പറഞ്ഞാൽ ശിവനും പാർവതിയാണ്, ശക്തിയും ശിവനും ശക്തിയുമാണ്. ഈ താളങ്ങൾ തന്നെ 5 ജാതി
താളങ്ങൾ പറയുന്നു. നമ്മളിവിടെ ക്ഷേത്രാചാരങ്ങൾ താളങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വന്നിട്ട് കേൾക്കാനും കേൾവി സുഖം മാത്രമല്ല, ആ പൂജയ്ക്ക് തടസ്സമില്ലാതെ പ്രകൃതിയുമായിട്ട് ലയിക്കപ്പെടുന്ന ഒരു തത്വമാണ്. അതിൽ നിന്ന് വരുന്ന ശ്രുതി മനോഹരമായ ശബ്ദം ഒരു താളവട്ടത്തിൽ കൂടി മാത്രമേ അവിടെ ശക്തി ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അല്ല എങ്ങനെയെങ്കിലും നമ്മുടെ അവതാളത്തിൽ കൊട്ടി ഒന്നിനും, ഒരു പാട്ടായിരുന്നാലും ഏതായിരുന്നാലും ശ്രുതി താളം ഒക്കെ ലയിച്ചു പോകണം. അപ്പം അത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ശബ്ദങ്ങളെ കൊണ്ട് പരിസരം മുഴുവനും ശുദ്ധി ചെയ്യാനുള്ള കഴിവുണ്ടെന്നും പറയപ്പെടുന്നു. ശബ്ദങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. ഇപ്പം ക്രിയ നടക്കുമെങ്കിൽ നടക്കണമെന്ന് അറിയിക്കുകയും വേണ്ടേ. തീർച്ചയായും. അതുകൊണ്ട് ഒരു ആചാര്യൻ കലശം പൂജിക്കുന്നു, അത് വെറുതെ ഇരുന്ന് പൂജിച്ചു കഴിഞ്ഞാൽ ആളെങ്ങനെ അറിയും? അപ്പം അതിനും ശബ്ദമാണ് ആവശ്യം. അപ്പം അങ്ങനെ ഇതിനൊരു പദ്ധതിയായിട്ടാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മള് ഈ വടക്കൻ സമ്പ്രദായത്തിലുള്ള വാദ്യവും തെക്കൻ സമ്പ്രദായത്തിലുള്ള വാദ്യവും അത് തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരിക്കും? അവിടെ പൂർവ്വകാലത്തെല്ലാം പരുഷവാദ്യമായിട്ടാണ് നാലമ്പലത്തിനകത്താണ് ഉപയോഗിച്ചിരുന്ന വാദ്യങ്ങൾ. കേരളത്തിൽ പരിഷ്കരിച്ച അന്നട പരമേശ്വരന്മാരാർ അതുപോലത്തെ മുൻ ആചാര്യന്മാരെല്ലാം പഞ്ചവാദ്യം എന്നുള്ള കാര്യത്തിന് അവർ രൂപം കൊടുക്കും. അതോടുകൂടിയാണ് ഈ കലയ്ക്ക് അല്ലെങ്കിൽ ഈ വാദ്യോപകരണത്തിൽ ഇത്രയും പ്രചാരം വന്നത്. അമ്പലത്തിൻ്റെ അകത്തുമ്പോൾ ആരും കാണാറില്ല, ഭക്തജനങ്ങളോ അമ്പലവുമായിട്ട് ബന്ധപ്പെടുന്നവർ മാത്രമേ അറിയുള്ളൂ. അപ്പം അവരവിടെ പല താളവട്ടങ്ങളിലും ഈ പഞ്ചവാദ്യത്തിന് പ്രാധാന്യമായതുകൊണ്ട് കേൾവി സുഖത്തിനും കാര്യങ്ങൾക്കും വേണ്ടി അവരവിടെ ഉപയോഗിക്കുന്നു. അത് ജനങ്ങളിൽ പ്രചാരമായി. അപ്പം അതിന് അവിടുത്തെ പഞ്ചവാദ്യം എന്ന് പറയുന്ന പ്രമാണിമാർ വലിയ ആൾക്കാരുണ്ട്. അവരിതിനെ ആൾക്കാരെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി ആൾക്കാരുണ്ട്, പഠിക്കാൻ ആൾക്കാരുണ്ട്, അത് ആ രീതിയിൽ പ്രവർത്തിക്കാൻ ആൾക്കാരുണ്ട്. അതുകൊണ്ട് അവിടെ അത്രത്തോളം പ്രാധാന്യം ഉണ്ടായി. ഇപ്പോ ചേട്ടൻ ഈ വാദ്യ കലയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും പുറത്ത് അല്ലെങ്കിൽ ക്ഷേത്ര ആചാരങ്ങൾക്കല്ലാതെ കൊട്ടാൻ പോകാറില്ല എന്ന് എനിക്ക് കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഇങ്ങോട്ടെല്ലാം നാലമ്പലത്തിൻ്റെ അകത്തുള്ള ക്രിയാവിഭാഗങ്ങൾക്ക് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഈ മേളപ്പദം അല്ലെങ്കിൽ മറ്റുള്ളവരെ ത്രസിപ്പിക്കുക എന്നുള്ള ഒരു പരിപാടി ഇതിലില്ല. ഇപ്പം നമ്മുടെ ഇപ്പോൾ ഉത്സവലിക്ക് നടക്കുന്നു, അല്ലെങ്കിൽ ഒരു അഷ്ടബന്ധ കലശത്തിന് പോകുന്നു, ഒരു ദ്രവ്യകലശത്തിന് പോകുന്നു, ഒരു കളഭത്തിന് പോകുന്നു, ഒരു കളവെഴുത്തും പാട്ടിനും, ഇതെല്ലാം ക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ്. ആ ചിട്ടവട്ടത്തിലാണ് നമ്മൾ ഇങ്ങോട്ട് പഠിച്ചിട്ടുള്ളത്. ആ ചിട്ടവട്ടം വിട്ട് മാറിപ്പോകാൻ നമ്മൾ ആർക്കൊന്നും സാധ്യമല്ല. അങ്ങനെ പുറത്തു പോകരുത് എന്നുള്ളൊരു ആചാരം അല്ലെങ്കിൽ നിബന്ധനയുണ്ടോ, അതോ പോകാനിട്ടാണോ? ഈ നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യം പുറത്ത് മറ്റുള്ളവരെ ത്രസിപ്പിക്കാൻ ചെയ്യുന്നൊരു കാര്യമല്ല, ദേവകാര്യത്തിന് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി പഠിച്ചതാണ്. അപ്പം അല്ലാതെ നമ്മളാണെങ്കിൽ അതിനൊരു ചിട്ടവട്ടം ഉണ്ടാക്കി ഈ പഞ്ചവാദ്യം പോലെ നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. ഇപ്പൊ നമുക്ക് പ്രാണപ്രതിഷ്ഠ അല്ലെങ്കിൽ ധ്വജപ്രതിഷ്ഠ പോലെയുള്ള ചടങ്ങുകൾ ക്ഷേത്രങ്ങളിൽ നടക്കുമ്പോൾ ആ സമയത്ത് മേളത്തിനുള്ള പ്രാധാന്യം എങ്ങനെയാണ്? ഈ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മരപ്പാണി എന്ന് പറയുന്നത്. അതിൽ 2 തത്വം മുതൽ 13 തത്വം പാണി വരെ ഞങ്ങൾ ഇങ്ങോട്ട് പഠിക്കാറില്ല, അത് പ്രയോഗിക്കേണ്ടതുണ്ട്. സാധാരണ കളഭമോ ഇത്യാദി കാര്യങ്ങൾക്ക് 2 തത്വവും, ഉത്സവബലി അഷ്ടബന്ധ കാര്യങ്ങൾക്ക് 3 തത്വവും, പ്രതിഷ്ഠാദി കാര്യങ്ങൾ ക്ഷേത്രത്തിൻ്റെയും പ്രതിഷ്ഠയുടെ ക്രിയയുടെയും വലിപ്പച്ചെറുപ്പം അനുസരിച്ച് തത്വം കൂടാറുണ്ട്. ഇപ്പം മഹാക്ഷേത്രങ്ങൾ ഒരു നവീകരണം നടക്കുന്നുവെങ്കിൽ അവിടെ നവീകരണ കർമ്മത്തിന് സംഹാരത്വ പാണി എന്നൊരു ക്രിയയുണ്ട്, പാണിയുണ്ട്. അത് കുറഞ്ഞത് നമ്മുടെ ഇങ്ങോട്ടെല്ലാം 7 മുതൽ 9, 10 തത്വമാണ് നമ്മൾ കൊട്ടാറുള്ളത്. ആ 7 കൊട്ടുന്ന അതേ തത്വം തന്നെയാണ് പ്രതിഷ്ഠയ്ക്കും കൊട്ടുന്നത്. അപ്പം നമ്മൾ ആദ്യം കൊട്ടുന്നതല്ല, സംഹാരത്തിന് കൊട്ടുന്നത് അവസാനത്തിൽ നിന്ന് ആദ്യത്തിലോട്ടും, തിരിച്ച് അതേ തത്വം പ്രതിഷ്ഠയ്ക്ക് നമ്മൾ സൃഷ്ടിയായിട്ട് ആദ്യത്തിൽ നിന്നും അവസാനത്തിലോട്ടും കൊട്ടി മുഴിപ്പിക്കണം. അത് ഒരാൾ തന്നെ കൊട്ടണം, മാറി കൊട്ടാൻ പാടില്ല. ഒരിക്കലാണ്, ഒരു നേരത്തെ ഭക്ഷണം മാത്രമേ കഴിക്കാവൂ. സംഹാരത്വം കഴിയേണ്ട അന്നും പിറ്റേ ദിവസം ഈ ക്രിയകൾ കഴിഞ്ഞതിന് ശേഷമേ ഈ ചെയ്യുന്ന ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അത് ഒരിക്കലായിട്ട് ഇരുന്ന് വേണം, വ്രതാനുഷ്ഠാനത്തിൽ കൂടിയാണ് ഇത് ചെയ്യാനുള്ളത്. അത് ഗുരുക്കന്മാരെയും ഉപാസന ഉണ്ടെങ്കിൽ ആ ദേവതയും ഭരദേവതയൊക്കെ പ്രാർത്ഥിച്ച് വളരെ സങ്കീർണമായ ഒരു കാര്യമാണ്. അത്രത്തോളം തപോബലവും നമ്മൾ ഈ ഏകാഗ്രയും പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ വിടാതെ, കാരണം പാണി പിഴച്ചു കഴിഞ്ഞാൽ കോണിയിൽ കയറുമെന്നാണ് പറയുന്നത്, മരിച്ചു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങോട്ട് ഇടപ്പാണി, ഒറ്റ പാണി, ഒരു പാണി എന്ന് പറഞ്ഞാൽ 2 പാണി ആൾക്കാർ വടക്ക് കൊട്ടും പോലെയുള്ള പരിപാടി ഇങ്ങോട്ടില്ല. 3 പേരാണ്, ശുദ്ധമായിട്ടുള്ള മരം, ശംഖ്, തേങ്ങല, ഈ 3 പേര് മൃതകരിക്കണമെന്നാണ് നിയമം. അതിൽ പ്രധാനി എന്ന് പറഞ്ഞാൽ ഈ മരം കൊട്ടുന്ന ആളാണ്.
അപ്പം അദ്ദേഹത്തിന് അത്രത്തോളം ഈശ്വരനെ പ്രാർത്ഥിച്ച് എല്ലാം പരബ്രഹ്മ സ്വരൂപണിൽ ലയിപ്പിച്ചുകൊണ്ട് എല്ലാം അദ്ദേഹത്തിൽ സമർപ്പിക്കുന്നു, അങ്ങനെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. പിന്നെ ഇതാരും പറഞ്ഞു കൊടുക്കാറില്ല. ഇത് പാണി ഗുരുവിൽ നിന്ന് ഉപദേശമാണ് പലതും കിട്ടുന്നത്. അത് കിട്ടുമ്പോൾ തന്നെ ഉത്തമമായ ശിഷ്യന്മാർക്ക് മാത്രമേ ഉപദേശിച്ചു കൊടുക്കാൻ നമുക്ക് വിഹാരമുള്ളൂ. അല്ലാതെ വരുന്നവർക്കും പോകുന്നവർക്കും പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇത് അത്ര രീതിയിൽ കൊണ്ടു നടക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഈശ്വരനുമായിട്ട് അല്ലെങ്കിൽ ക്ഷേത്രാചാരമായിട്ട് ബന്ധപ്പെട്ട് ഭക്തിയും എല്ലാം ഇതിന് വേണം. ഒരു കപട പരിപാടി ഇത് നടക്കില്ല. അതുകൊണ്ടാണ് ഇതിനൊരു പവിത്രമായ ഒരു രീതിയിൽ കേരളത്തിലായാലും നമ്മുടെ ഈ ഭാഗത്ത് എവിടെയായിരുന്നാലും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് മരപ്പാണി എന്ന് പറയുന്നത്. ഈ മരപ്പാണി പല രീതിയിൽ, കാരണം അത് നടത്തുന്നതിന് മുമ്പ് തന്നെ കോടി വസ്ത്രം മരത്തിൽ ഉടുപ്പിക്കുക. കാരണം അന്ന് ഉണ്ടാക്കിയ മരം കൊണ്ട് നടത്തുക എന്നാണ് പറയുന്നത്. പുതിയ മരം കൊണ്ട് അത് നടക്കുന്ന കാര്യമല്ലാത്തതിന് തന്നെ കോടി വസ്ത്രം കൊണ്ട് പൊതിഞ്ഞ് ചണുങ്ങ് കൊണ്ട് കത്തിച്ച ചാരം അത് നിവേദിക്കാത്ത ചോറുമായിട്ട് കലർത്തി ചോറിട്ട് കൊട്ടുക എന്നാണ്. 2 തലത്തിലും അതൊന്നും നമ്മൾ സ്പർശിക്കും. ഇട്ട് ആചാര്യയിൽ നിന്നും അനുവാദം വാങ്ങുക. അനുവാദം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പാണി കൊട്ടിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഈ പാണി കഴിഞ്ഞാൽ നടത്തത്തക്കവണ്ണമുള്ള സംവിധാനത്തിൽ ചെയ്തിരിക്കുന്നു എന്ന് ആചാര്യന് സമ്മതം തരാണ്. അപ്പോൾ ആചാര്യൻ നിന്ന് സമ്മതം വാങ്ങുകയും ഊരാഴ്മക്കാരോ നാട്ടുകാരോ പാണി കൊട്ടട്ടോ എന്ന് കേൾക്കുമ്പോൾ ആ പാണി കൊട്ടിക്കഴിഞ്ഞാൽ പ്രതിഷ്ഠയാണെങ്കിലും അല്ലെങ്കിൽ ഉത്സവലിയാണെങ്കിലും എല്ലാം തയ്യാറാണെന്നുള്ളത് പറയാണ്. അതാണ് കൊട്ടിട്ടോ എന്ന് ചോദിക്കുന്നത്. ആ ചോദിച്ചതിന് ശേഷമാണ് നമ്മൾ പാണി കൊട്ടുന്നത്. കൊട്ടിക്കഴിഞ്ഞാൽ അടുത്ത ക്രിയയിലോട്ടുണ്ടെ തന്നെ പോകണം. അത് താമസിക്കാൻ പാടില്ല. ഇപ്പം പ്രതിഷ്ഠയാണെങ്കിൽ ഈ പാണി കൊട്ടി ദേവന്മാരെയൊക്കെ അവിടെ സാന്നിധ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ചടങ്ങ്. കാരണം ദേവന്മാരുടെയും മറ്റ് അദൃശ്യ ശക്തികളുടെ സാന്നിധ്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നടത്തുന്ന ഏത് കാര്യത്തിനും പൂർണ്ണത ഉണ്ടാവും. മനുഷ്യനാൽ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഒരു പരിമിതിയുണ്ട്. അപ്പോൾ ഈ പാണി കൊണ്ടാണ് ഈ ദേവചൈതന്യങ്ങളെയും ദേവന്മാരെയൊക്കെ അവിടെ ഈ ഇങ്ങനെ കർമ്മം നടക്കുന്നു എന്ന് അറിയിക്കുന്ന, ആഹ്വാനം ചെയ്യുന്ന ഒരു ചടങ്ങാണ്. ചടങ്ങല്ല, ക്രിയയുടെ ഒരു ഭാഗമാണ് ഈ മരപ്പാണി എന്ന് പറയുന്നത്. അത് തന്ത്രത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. തന്ത്രി ഇന്ന ക്രിയകൾക്ക് ഇന്നത് കൊട്ടണമെന്ന് ആചാര്യൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ഉത്സവലിക്ക് അല്ലെങ്കിൽ വലിയ പാണി എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. വലിയ പാണി എന്ന് പറഞ്ഞാൽ മരപ്പാണിയാണ്. അതാണ് നമ്മുടെ ഈ ഇങ്ങോട്ടും അങ്ങോട്ടുമായാൽ ഏറ്റവും ഈ വാദ്യോപകരണങ്ങളിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ക്രിയയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വാദ്യമാണ് മരപ്പാണി. ഇപ്പൊ അങ്ങ് പറഞ്ഞല്ലോ, തന്ത്രിക്കും ഇത് അറിഞ്ഞിരിക്കേണ്ട ആവശ്യകതയില്ല. കാരണം തന്ത്രിയും ഇപ്പൊ ഈ വാദ്യം കൂട്ടുന്ന ആളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ അനിവാര്യമല്ലേ? ആചാര്യനും ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കണം. എന്തിന് ഏത് എന്ന് മനസ്സിലാക്കാതെ പിന്നെ ഒരു ആചാര്യൻ എന്ന് പറഞ്ഞാൽ എല്ലാം മനസ്സിലാക്കിയ ആളല്ല. ഇവർ തമ്മിലാണ് കൂടുതലും ക്ഷേത്രത്തിൻ്റെ അകത്ത് ബന്ധപ്പെടുന്നത്. ആചാര്യനും ഈ പാണിക്കാരും എന്ന് പറഞ്ഞാൽ അവരാണ് നിരന്തരം എല്ലാ കാര്യങ്ങൾക്കും വരുന്നത്. അപ്പം ഈ പാണി എന്ന് പറയുന്നത് ശരിയാവണ്ണം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ നടത്തുന്ന ക്രിയയ്ക്കും ഭംഗമാണ്. അതുകൊണ്ട് ഏത് ആചാര്യനും അത് ഭംഗിയായിട്ട് നടത്താനാണ് തീരുമാനിക്കുക. അറിവുള്ള ആചാര്യന്മാർ ഒരിക്കലും അതിനെ മൗഢ്യത്തിലോട്ട് പോകാറില്ല. ഇതും സംവിധാനം നല്ല രീതിയിൽ നടത്തണം എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. നമ്മുടെ ഇപ്പോൾ കൂട്ടാൻ വെക്കുമ്പോൾ ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമാണ്, മുളക് അതെല്ലാം അതേ രീതിയാണ്. അതുകൊണ്ട് അങ്ങനെ ആചാര്യന്മാർ അറിഞ്ഞുകൂടാത്ത ആചാര്യന്മാരില്ല. ഇതിങ്ങനെ കൊട്ടിക്കണമെന്ന് അറിയാമെന്നുള്ള ആചാര്യന്മാർ തന്നെയാണ് ഏകദേശം 99%. ഏതെങ്കിലും ഒരു തരത്തിൽ ഇത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അതിനുള്ള ഒരു പ്രതിവിധി എന്താണ്? അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുക? തെറ്റിയാൽ ഇതിന് ഒരു പ്രതിവിധിയും ഇല്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ആണ് അതുകൊണ്ടാണ് അത്രയും സങ്കീർണം എന്ന് പറയുന്നത്. നമ്മൾ തത്വം കൊണ്ടാണ് ഈ മരപ്പാണി എന്ന് പറയുന്നത് നടത്തുന്നത്. അപ്പോൾ സാധാരണ ഒരു 3 തത്വം പാണിക്ക് 53 അക്ഷരമാണ്. ഇതിൽ ഏതെങ്കിലും ഒരു അക്ഷരം തെറ്റിയാൽ കൂട്ടാനും പറ്റിയില്ല, കുറയ്ക്കാനും പറ്റിയില്ല. അപ്പോൾ അത്രയും സാങ്കേതികമായ രീതിയിൽ നമ്മൾ ഓർമ്മശക്തിയിലും ബുദ്ധിയിലും ഏകാഗ്രതയിലും ചെയ്താൽ മാത്രമേ അത് പൂർണ്ണതയിലെത്തുള്ളൂ. തെറ്റിയെന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതാണ് മനസാന്നിധ്യവും ആ ദേവൻ്റെ സാന്നിധ്യവും ഗുരുക്കന്മാരുടെ സാന്നിധ്യവും എല്ലാം ഒത്തിണങ്ങിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പൂർണ്ണതയിലോട്ട് പോകാൻ കഴിയൂ. ഇപ്പം ഈ മരപ്പാണി അല്ലാതെ മറ്റ് തരത്തിലുള്ള തിമിലവാദ്യം പിന്നെ മറ്റ് ചടങ്ങുകൾ ഉണ്ടായിരിക്കുമല്ലോ, ആ സമയത്ത് തെറ്റുകൾ വന്നു കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയാണ്? ഈ മറ്റ് വാദ്യം കൊട്ടുന്നത് പോലെ അല്ല. അതിന് ഒക്കെ ചിലപ്പോൾ തെറ്റിയെന്നിരിക്കാം, തെറ്റിയെന്നിരിക്കാം. താളങ്ങളാണ്, അത് നമുക്ക് തിരുത്താൻ കഴിയും. ഈ മരപ്പാണി ഒരിക്കലും തിരുത്താൻ കഴിയില്ല. നമ്മളിപ്പോൾ ഒരു ആയുതാളത്തിൽ ഒന്ന് കൊട്ടിക്കഴിഞ്ഞാൽ ഒരു അക്ഷരം മാറിയാലോ അല്ലെങ്കിൽ ഒരു
കലായം മാറിയാലും നമുക്ക് അടുത്ത കലാശത്തിൽ എടുത്ത് കൊട്ടാൻ കഴിയും. ആ. പക്ഷെ മരപ്പാണിക്ക് അങ്ങനെ ഒരു സംവിധാനമൊന്നുമില്ല. അത് തെറ്റിക്കഴിഞ്ഞാൽ തെറ്റ് തന്നെയാണ്. ഇപ്പൊ നമ്മൾ കളമെഴുത്തുപാട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അതിൽ തിമിലയുടെ ഒരു പ്രാധാന്യം എങ്ങനെയാണ് വരുന്നത്? ഈ പണ്ടിവിടെ പറയാറുള്ളത് കൊട്ടും പാട്ടും എന്നാണ് പറയുന്നത്. അപ്പം ഭഗവതി എന്ന് പറയുന്ന ദേവി സർവ്വകലയുടെയും ഉറവിടമാണ്. അപ്പം അവിടെ ദേവിയെ ഇങ്ങനെ സന്തോഷിപ്പിക്കുക എന്നൊരു ചടങ്ങാണ് ഈ തിമിലിൽ കൂടി ഇങ്ങോട്ട് വരുന്നത്. അതിന് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് നടയിൽ സേവ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. സന്ധ്യ ദിവാരാധനയ്ക്ക് ഉള്ളതാണ്. പല താളങ്ങളും അതിൽ ഉപയോഗിക്കാറുണ്ട്. ജമ്പതാളം, ത്രിപുടതാളം, ഇങ്ങനെയുള്ള അതായത് ഒരു ആചാര്യന് അപ്പോൾ തോന്നുന്ന പല താളങ്ങളും വിരക്തിയമായിട്ട് അവിടെ കൊട്ടാറുണ്ട്. ഇത് കഴിഞ്ഞാൽ അവിടെ തോടയം എന്നൊരു പാട്ട് കഴിഞ്ഞാൽ ദേവിയുടെ ഒരു ഭാഗത്തിൻ്റെ എല്ലാ ദേവന്മാരെയും സ്തുതിച്ച് പാടിയതിന് ശേഷവും ഇതുപോലൊരു മേളപ്പദം അപ്പോഴും ഉണ്ട്. അപ്പോഴും ഇഷ്ടമുള്ള താളങ്ങൾ നമുക്ക് അതായത് ഈ സംഗീതമായിട്ട് ബന്ധപ്പെട്ട ഈ തിമിലിൽ കൊട്ടത്തക്കമുള്ള എല്ലാ താളങ്ങളും അതിൽ കൊട്ടാം. ഇന്ന താളം എന്നില്ല. നമുക്ക് ഈ ശരിക്കും പറഞ്ഞാൽ തിമിലയിൽ വിരക്തിയമായിട്ട് നല്ല രീതിയിൽ കൊട്ടാൻ കഴിയുന്നത് ഈ കളവെഴുത്തും പാട്ടിനാണ്. ക്ഷേത്രത്തിൽ അകത്തുള്ള കൊട്ടിന് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. കലശന് ഇന്നത്, അഭിഷേകത്തിന് പഞ്ചാരി, ശ്രീഭൂതവല്ലിക്ക് ഇന്നത്, ഇങ്ങനെയുള്ള ആ ചിട്ടവട്ടം വിട്ട് നമുക്ക് പുറത്തു പോകാൻ കഴിയില്ല. കളവെഴുത്തും പാട്ടിന് അങ്ങനെയല്ല. നമുക്ക് ആവശ്യമുള്ള ഇഷ്ടപ്പെടുന്ന താളങ്ങളെല്ലാം കൊട്ടി രസിക്കാൻ കഴിയുന്ന ഇതാണ് കളവെഴുത്തും പാട്ടെന്ന് പറയുന്നത്. അത് ഭഗവതിക്ക് വേണ്ടി കൊട്ടുന്നതായിട്ടാണ് സങ്കല്പം. ഇത് കേട്ട് ഭഗവതി സന്തോഷിക്കുക അല്ലെങ്കിൽ ഭഗവതി രസിക്കാൻ വേണ്ടി കൊട്ടുന്നതാണ്. അതിൽ കൂടെ മനുഷ്യൻ രസിക്കുന്നത് മാത്രമേ ഉള്ളൂ.